അസ്സലാമലൈക്കും. അപ്പോൾ നമുക്ക് ഇന്നൊരു പാട്ട് പാടി വെക്കാം. ഉണ്ടോ സഹി ഒരു കുല മുന്തിരി എന്നുള്ള പാട്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുക, ക്ഷമിക്കുക. വലിയ പാട്ടുകാരിയൊന്നുമില്ല, ചെറുതായിട്ട് നമ്മളെ കൂടിയിലിരുന്ന് മൂളിപ്പാട്ട് പാടുന്ന പാട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, പൊറുക്കണം. അപ്പോൾ എന്നെ പാടുകയാണ്. ഉണ്ട സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഉണ്ടോ പ്രിയേ ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിവില്ലേ, അങ്ങേ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാലെണ്ണയില്ല യാചകനാണെന്നോ. പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്. എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. ഉമർ ബിനുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിത് കേട്ടുടുവിൻ. അമവിയാം രാജകുമാരൻ സുഖലോലുപനാം അബ്ദുൽ അസീസ് അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ ചെന്നവർ ചൊല്ലുകയായി. ഒരു കാര്യം ചൊല്ലു പെണ്ണെ, ഉമർ ഖലീഫ താമസമെവിടെ. ഒരു കാര്യം അവരോടോതാൻ തങ്ങളെ വീടെവിടെ. ഇതു കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി നിങ്ങളിരിക്കും. ഇത് തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവിൻ. ഈ കൂര ഉമർ ഖലീഫ തങ്ങളെ വീടോ സുബ്ഹാനല്ലാ. ഇതുപോലെ വേറൊരു കുടിലി നാട്ടിലുമില്ലല്ലാ. ഉണ്ടോ സഹി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിൽ. ഉണ്ടു പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അങ്ങാര് എന്നറിവില്ലേ, അങ്ങേ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാലെണ്ണയില്ല യാചകനാണെന്നോ. അല്ല തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ.